ഈ സെഷനിൽ നമ്മളോടൊപ്പം ഉള്ള വിഷ്ണു സാറാണ്. റീസെന്റ് ആയി നടന്ന AMV എക്സാമിന് അഡ്വൈസ് ലഭിച്ച് അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വിഷ്ണു സാറ്. ഇവിടെ അടുത്ത AMV എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് പോഡ്കാസ്റ്റ് ആണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സെഷനിലേക്ക് കടക്കാം. വെൽക്കം വിഷ്ണു സാർ. താങ്ക് യു. ഇപ്പോൾ വിഷ്ണു സാർ, ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന്റെ സിലബസ് എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എത്രത്തോളം ഡെപ്തിൽ പോകണം, അതേപോലെ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് ഓട്ടോമൊബൈൽ കാണുമ്പോൾ പേടിയാണ്, പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് MV ആക്ട് ഉണ്ട്, അപ്പൊ അതൊക്കെ എങ്ങനെ പഠിക്കണം, അതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കാം. ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ്ലി കഴിഞ്ഞ എക്സാമിന് വന്ന സിലബസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ട്. അതിന് മുമ്പത്തെ എക്സാമിനെ വെച്ച് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു 100 മാർക്കാണെങ്കിൽ 40 മാർക്ക് മെക്കാനിക്കലും 40 മാർക്ക് ഓട്ടോമൊബൈലും 20 മാർക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക്കാണ്. അന്നേരം ഈ മെക്കാനിക്കൽ സ്റ്റുഡൻസിന് ഓട്ടോമൊബൈൽ അവർക്ക് അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. അവർ ഓട്ടോമൊബൈലിന് കുറച്ചുകൂടെ സ്ട്രെസ് കൊടുത്ത് ആദ്യം തന്നെ പഠിക്കണം. അതിപ്പം അവർ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അനിമേറ്റഡ് ആയിട്ട് വീഡിയോസ് ഒക്കെ കണ്ട് നല്ല രീതിയിൽ. പക്ഷേ മെക്കാനിക്കൽ സബ്ജക്റ്റിൽ ഭയങ്കര തിയറിയും അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഓട്ടോമൊബൈൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അനിമേറ്റഡ് ആയിട്ട് വീഡിയോ അല്ലെ ഹാൻഡ്സ് ഓൺ ടച്ച് ചെയ്ത് പഠിച്ചാൽ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അവർക്കൊരു ഇന്റേൺഷിപ്പ് ഒക്കെ പോകുന്നത് നന്നായിരിക്കും. ഇപ്പോഴും ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ. ഇപ്പോൾ ഡിപ്ലോമ ഫൈനൽ ഇയേഴ്സ് ആകാം, അല്ലാന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഫൈനൽ ഇയേഴ്സ് ആകാം. ഇപ്പോഴും നിങ്ങൾക്ക് പ്രോജക്റ്റോ ഇന്റേൺഷിപ്പിനോ ഒക്കെ സ്കോപ്പ് ഉണ്ടെങ്കിൽ KSRTC വർക്ക്ഷോപ്സിലോ അങ്ങനെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ഈ പോസ്റ്റ് ആസ്പിറന്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ നന്നാവും. കാരണം ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അങ്ങനെ നിങ്ങൾ കിട്ടുവാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ തിയറിയിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എഡ്ജ് കിട്ടും, കുറച്ചും കൂടെ അവർക്ക് ആ ഒരു ഏരിയ സ്ട്രോങ് ആവും. പിന്നെ മെക്കാനിക്കൽ പഠിക്കുമ്പം ഇപ്പോൾ ഓട്ടോമൊബൈൽ അതാണെങ്കിൽ ഓട്ടോമൊബൈൽ സ്റ്റുഡൻസ് ആകുമ്പോൾ അവർ മെക്കാനിക്കലിലെ ചില സബ്ജക്റ്റുകൾ ഇത്തിരി വീക്ക് ആയിരിക്കും. അന്നേരം അവർ എന്ത് ചെയ്യണം, അതിന് ആ മെക്കാനിക്കൽ സബ്ജക്ട്സ് അതിന്റെ ബേസിക്സ് നല്ല സ്ട്രോങ് ആക്കിയതിന് ശേഷം അതിന്റെ വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ എല്ലാ എക്സാംസിനും കോർ സബ്ജക്റ്റുകൾ കാണും. ആ കോർ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നത് തേർഡ് സെമ്മിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ബേസിക് സബ്ജക്റ്റുകൾ ആദ്യ മോഡുകളിലൊക്കെ തന്നെ നല്ല ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഡെപ്തിലോട്ട് പോകുമ്പോൾ കൂടുതൽ നമുക്ക് സബ്ജക്റ്റിൽ ഗ്രിപ്പ് കിട്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെ 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 അതിന്റെ ബേസിക്സ് ഒന്ന് സ്ട്രോങ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് കാര്യമായിട്ട് ഡീപ്പ് പഠിക്കുമ്പോൾ അതിൽ നിന്ന് MCQs ഏത് ലെവല് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ. അതുപോലെ സാർ, ഈ MV ആക്ട് ഇപ്പോഴേ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ടോ? MV ആക്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നതാണ് നല്ല കാര്യം. വെച്ചാൽ അത് പെട്ടെന്ന് മറന്നു പോകുന്നൊരു സംഭവമാണ്. കേൾക്കുമ്പോൾ നമുക്ക് കത്തും, പിന്നെ നമ്മൾ മറന്നു. എന്നും കുറച്ച് പഠിച്ചു പോകുന്നതായിരിക്കും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. എന്നും കുറച്ച് നമ്മൾ MV ആക്ടോ റെഗുലേഷനോ ടാക്സേഷനോ എന്നും കുറച്ച് നമ്മൾ വായിക്കുക. അതെ അതെ. അപ്പോഴേ MV ആക്ട് ഒക്കെ നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ അക്കാഡമിയിൽ സാറ് തന്നെയാണ് ക്ലാസ് എടുത്തത്. ഇത് ചുരുങ്ങിയ സമയത്തിൽ ആ സമയത്ത് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ രസകരമായിട്ടായിരുന്നു സാർ അന്ന് ക്ലാസ്സുകളൊക്കെ എടുത്തത്. അപ്പോൾ ഈ ഫൈനുകളൊക്കെ പഠിച്ച സമയത്ത് ഒരാൾ ഹെൽമെറ്റ് വെക്കാത്തതിന്, നമ്മുടെ വീട്ടിലുള്ള ചിറ്റപ്പൻ ഹെൽമെറ്റ് വെക്കാത്തതിന് ഇത്ര രൂപയുടെ ഫൈൻ അടിച്ചു, അല്ലെങ്കിൽ അയലത്തുള്ള ഒരാൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് കിട്ടിയ ഫൈൻ ഇത്രയാണ്. ഇപ്പോൾ പേരുകളൊക്കെ റിലേറ്റ് ചെയ്ത് ഇങ്ങനെ ട്രിക്കി ആയിട്ടായിരുന്നു നമ്മൾ അന്ന് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്തത്. ഈ ഫൈനൊക്കെ മറന്നു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മളെല്ലാം റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഓർമ്മ നിൽക്കും. ഇപ്പൊ ഫൈൻ കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ എക്സാമിന് ഫൈൻ ഒന്നും ചോദിച്ചില്ല. നമ്മൾ ഫൈൻ ആയിരുന്നു കൂടുതൽ നമ്മൾ ചോദിക്കുമെന്ന് പ്രതീക്ഷ. അന്നേരം റെഗുലേഷനിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചത്. റെഗുലേഷൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയവർക്ക് ഒരു 7-8 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയെന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ MV ആക്ടിൽ നല്ലൊരു മാർക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ എക്സാമിൽ ഉയർന്ന റാങ്കിലേക്ക് വരാനുള്ള ഗ്രിപ്പ് കൂടുകയാണ്. പിന്നെ ലാസ്റ്റ് തവണ ആദ്യമായിട്ടാണ് PSCയുടെ സിലബസിൽ MV ആക്ട് ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ക്വസ്റ്റ്യൻസിൽ ഡെപ്തിൽ പോയിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷെ നെക്സ്റ്റ് എക്സാമിലോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ ഡെപ്തിൽ പോയാൽ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ടവർ അതിൽ നന്നായിട്ട് പഠിച്ചു തുടങ്ങാം, അല്ലേ സാർ? അതെ, നമ്മളിപ്പം എളുപ്പമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. അങ്ങനെയല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് ഏത് ടഫ് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ആൻസർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അപ്പോഴേ റെഡി ആയിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏത് ലെവൽ എക്സാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ പ്രിപ്പറേഷൻ സത്യത്തിൽ നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടങ്ങാന്നിരുന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും സമയം കിട്ടത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ തന്നെ എക്സാം പഠിക്കാൻ തുടങ്ങുന്നത് 2020-ലാണ്. കൊറോണ സമയത്താണ് ഓൺലൈനായിട്ട് ഡേറ്റാസ് ഒക്കെ എടുത്ത് പഠിച്ചു തുടങ്ങുന്നത്. ഏകദേശം 4 വർഷത്തോളം അതിന്റെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിഷ്ണു സാറിനെ പോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിൽ ടോപ്പ് റാങ്കിൽ വരണമെന്നുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ, അല്ലേ സാർ? അതെ, ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലെ പലരെയും നമുക്കറിയാലോ. ഇതിൽ വളരെ ചുരുക്കം കയ്യിലെണ്ണാൻ പറ്റുന്ന ആൾക്കാരേ ഉള്ളൂ ഒരു 5-6 മാസം പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് വന്നത്. ബാക്കി എല്ലാവരും വളരെ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തവരും അവരുടെ രണ്ടാമത്തെ അറ്റംപ്റ്റിലൊക്കെയാണ് ഈ പോസ്റ്റ്
നേടിയിരിക്കുന്നത്. അപ്പോൾ സാർ, ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു എലിജിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കാമോ? ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും പോലീസിനെ പോലുള്ള ഫിസിക്കൽ ടെസ്റ്റുകളൊന്നുമില്ല. ആകെ ഉള്ളത് ഫിസിക്കൽ മെഷർമെന്റ് ആണ്. അതിൽ തന്നെ നമുക്ക് ഫിസിക്കൽ മെഷർമെന്റ് 2 മെഷർമെന്റ് ഉള്ളു, ഒന്ന് ഹൈറ്റും ഒന്ന് ചെസ്റ്റിന്റെയും. ഈ ഹൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് ഒരു 165 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. അതവിടെ മെഷർമെന്റ് ചെയ്യും. അതിനുശേഷമാണ് ഈ ചെസ്റ്റ് മെഷർമെന്റ് ചെയ്യുന്നത്. പക്ഷേ SC/ST മെൻസ് ആണെങ്കിൽ, SC/ST ഉള്ള ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ചെറിയ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഹൈറ്റിൽ. അതേ കണക്ക് തന്നെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് 152 സെന്റിമീറ്റർ മതി ഹൈറ്റ്. ഈ ചെസ്റ്റ് മെഷർമെന്റ് പെൺകുട്ടികൾക്കില്ല. ആൺകുട്ടികൾക്ക് ചെസ്റ്റ് മെഷർമെന്റ് വെച്ചാൽ 81 സെന്റിമീറ്റർ. നമ്മൾ ഇങ്ങനെ ഒരു ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യും. അത് 81 സെന്റിമീറ്റർ വരണം. അത് നോർമലി ഒരു തടിയുള്ളവർക്കും തടി ഇല്ലാത്തവർക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു എക്സ്പാൻഷൻ ആണ്. ഒരു നമ്മൾ മെലിഞ്ഞ ഒരാളാണെങ്കിലും ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു നോർമൽ എക്സ്പാൻഷൻ ആണ്. പക്ഷെ ചില യൂണിഫോം പോസ്റ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഹയർ പോസ്റ്റുകൾക്കൊക്കെ, ഇപ്പം ആർമിയിലേക്ക് റിലേറ്റഡ് പോസ്റ്റ് ആണെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് ഇതുപോലെയല്ല. അപ്പം ചെസ്റ്റ് എക്സ്പാൻഷനും ഹൈറ്റും ഒരു വലിയൊരു കാര്യമേ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നമുക്ക് ആദ്യം ചെസ്റ്റ് ഇങ്ങനെ മെഷർ ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ എയർ പിടിച്ചിട്ട് എക്സ്പാൻഷൻ നോക്കും. ഇത് തമ്മിൽ വ്യത്യാസം 5 സെന്റിമീറ്റർ. നോർമലി എയർ പിടിച്ച് വെക്കുമ്പോൾ തന്നെ 6-7 സെന്റിമീറ്റർ എല്ലാവർക്കും ചുമ്മാതെ കാണും. ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല, പോയാൽ നല്ലത്. ഒരു നോർമൽ ആയിട്ട് ഒരു പച്ച മനുഷ്യന് കിട്ടാവുന്ന ഒരു ചെസ്റ്റ് എക്സ്പാൻഷൻ ആണ് 81 സെന്റിമീറ്റർ. ജിമ്മിൽ പോകുന്നവരാണ് 10 സെന്റിമീറ്റർ പ്ലസ് കാണും. ഓക്കെ, അതിന് എക്സ്ട്രാ മാർക്സ് അങ്ങനെ ഇല്ല, ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഇത് കൂടാതെ നമുക്കൊരു ഐ ടെസ്റ്റ് ഉണ്ട്. ഐ ടെസ്റ്റ് നമ്മൾ തന്നെ പോയി ഗവൺമെന്റ് ഡോക്ടറിനെ പോയി കണ്ടു ചെയ്യേണ്ടത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് സർജൻ റേഞ്ചിലുള്ള അല്ലെങ്കിൽ കാറ്റഗറിയിലുള്ള ഒപ്തോമോളജിസ്റ്റ് തന്നെ വേണം. അവരുടെ അടുത്ത് ചെന്ന് ഡിസ്റ്റൻസ് വിഷൻ 6/6 നിയർ വിഷൻ 0.5 വേണം. പിന്നെ കളർ ബ്ലൈൻഡ്നെസ്സോ അങ്ങനെയൊന്നും പാടില്ല. അങ്ങനെ അത് വലിയ ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നോർമൽ വിഷൻ ഉള്ളവർക്ക് അത് ചെയ്യാം, എല്ലാവർക്കും. അപ്പോഴേ PSCയുടെ സൈഡിൽ നിന്നോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്നോ അല്ല ഈ ഇതുവരെ ഐ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മുടെ കാഴ്ച ഉറപ്പുവരുത്തി ഒരു സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കുക എന്നുള്ളത്, അപ്ലോഡ് ചെയ്യുകയാണ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെയിൽവേനെ പോലെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഐ ടെസ്റ്റ് ഒന്നും അല്ല നടക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ നോർമൽ ആയിട്ടുള്ള 6/6 ഉള്ളവർക്കെല്ലാം തന്നെ. പക്ഷേ 6/6 ഉള്ളവർക്ക് പോലും റെയിൽവേയിലെ ലോക്കോ പൈലറ്റ് അത് ആ പ്രൊഫൈല് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ റെയിൽവേയിൽ നിങ്ങൾ മെഡിക്കലായി എന്തെങ്കിലുമൊക്കെ പാളിച്ച് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ അടുത്ത ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒപ്തോമോളജിസ്റ്റിനെ കണ്ട് 6/6 വിഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ഈ എക്സാമിന് എലിജിബിൾ ആണ്. അതെ, അതിനെപ്പറ്റി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഹൈറ്റ് ഉണ്ട്, കണ്ണും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോഴെന്തായാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ ഈ ഒരു മെഷർമെന്റ്സ് ഒക്കെ ക്വാളിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും വേറെ ഡൗട്ട്സ് ഒന്നും വേണ്ട, നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. അല്ലേ, ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒന്നാണല്ലോ ഹെവി ലൈസൻസ്. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് പറയാമോ? ആദ്യം തന്നെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറിന്റെ ലൈസൻസ് എടുക്കുക. അതിനുശേഷമല്ലേ ഹെവി എടുക്കാൻ പറ്റും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ ഗുഡ്സ് വെഹിക്കിളിനും പാസഞ്ചർ വെഹിക്കിളിനും സെപ്പറേറ്റ് ആയിരുന്നു ലൈസൻസ് എടുക്കുന്നത്. ബാഡ്ജും സെപ്പറേറ്റ് ആയിരുന്നു. HGMV, HPMV അങ്ങനെയൊക്കെ 2 കാറ്റഗറി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നുമില്ല. പകരം ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ കാറ്റഗറി ഉള്ളൂ. അതിന്റെ കൂടെ തന്നെ ബാഡ്ജ് ഇൻക്ലൂഡഡ് ആണ്. 5 വർഷത്തേക്ക് അത് തരുന്നത്. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ലൈസൻസ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മളിപ്പം എക്സാം വരുന്ന സമയത്ത് നമ്മുടെ ഈ ലൈസൻസിന്റെ ഈ ട്രാൻസിന്റെ വാലിഡിറ്റി തീരാതെ നോക്കണം. ഓക്കെ, അന്നേരം തീരാതെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ക്ലോസ് പറയുന്നുണ്ട്, ത്രൂ ഔട്ട് ഓൾ ദി പ്രോസസ്, എല്ലാ പ്രോസസ്സിലും ലൈസൻസ് വാലിഡ് ആയിരിക്കണം. അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇപ്പോൾ ഓൾറെഡി ട്രാൻസ് ലൈസൻസ് എടുത്ത് വെച്ചവര് ഇതിന്റെ ഇടയ്ക്ക് വല്ലതും തീരുന്നുണ്ടെങ്കിൽ അവര് തീരുന്നതിന് 1 വർഷം മുമ്പ് വരെ പുതുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്ക് പുതുക്കിയിട്ട് എന്ത് ചെയ്യാം, അപ്പോഴേ നിൽക്കുക. അല്ല ലാസ്റ്റ് മിനിറ്റ് വരെ പോകേണ്ട കാര്യമില്ല. ഇപ്പോഴും നമ്മൾ ഈ എക്സാമിന് PSCയിൽ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഈ ലൈസൻസിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2 കാറ്റഗറീസും കൂടെ 3 കാറ്റഗറി ഉള്ളവർക്കായിരുന്നു കൊടുത്തത്. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, HGV, HPV ഈ 3 കാറ്റഗറി നമുക്ക് ക്വാളിഫിക്കേഷനായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളെ പ്രൊഫൈലിൽ കയറി ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ഏതൊക്കെ ഇതാ വേണ്ടത്. ട്രാൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടെന്നാണ് അർത്ഥം. HGMV, HPMV സെയിം ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോഴേ സാറ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ തന്നെ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം
PSCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു ചോദ്യമുള്ളത്, സാർ നമ്മൾ ഇത് ലൈസൻസ് കൂടാതെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഉണ്ട്. ഇപ്പൊ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മളിപ്പം എക്സാം എഴുതി പാസ്സാവുകയാണെങ്കിൽ, എന്നുവെച്ചാൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ അവർ ഷോർട്ട് ലിസ്റ്റിന്റെ ഓരോ സ്റ്റേജിലും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലറോട് അപ്ലോഡ് ചെയ്യാൻ പറയും. അത് നമുക്ക് പരിവാഹൻ സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. അതിൽ പല കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ടൈമുകളിൽ ഗ്യാപ്പ് ഉണ്ട്, എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കേസിൽപ്പെട്ട് നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ആയിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും അതിൽ കിട്ടും. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലൈസൻസ് ഒരിക്കലും ക്യാൻസൽ ആവുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊന്നും ആരുമേ ചെയ്യാൻ പാടില്ല. ഒരു നീറ്റ് ഹിസ്റ്ററി നിങ്ങൾ വെക്കുക ലൈസൻസിന്റെ കേസിൽ, അതിൽ യാതൊരു രീതിയിലുള്ള റിലാക്സേഷൻസും ഒരു നെഗ്ലിജൻസും നിങ്ങൾ കാണിക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം എപ്പോഴും നമ്മളോട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസിനെ ബന്ധപ്പെട്ടാണ്. അതിനാവശ്യമുണ്ടോ ഇപ്പോഴും? ഇല്ല. കാരണം കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലൂടെ ഈ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. 1 ഇയർ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. അന്നേരം ഇനി അതിന്റെ പ്രസക്തി ഇല്ല സത്യത്തിൽ. ഇനി വരുന്ന എക്സാമുകളിലും ഇതേ രീതി തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്ന. ഡിപ്ലോമ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ബിടെക്കോ BEയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാം. അവർക്ക് ആർക്കും വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസിന്റെ ആവശ്യമൊന്നും നിലവിൽ വേണ്ട. ഇപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ പറ്റി ഏകദേശം നമുക്ക് ധാരണയായിട്ടുണ്ട്. വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസിനെ പറ്റി നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടതില്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി സാറ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. പിന്നെ ഹെവി ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആ പ്രോസസ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു കാർ ലൈസൻസ്, ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഹെവി വണ്ടി ഓടിച്ച് അതിന്റെ ലൈസൻസ് നേടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. നമുക്കൊരു 1 ഇയർ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഇപ്പോഴേ ആ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരിക്കലും ലൈസൻസ് അപ്ലൈ ചെയ്യാൻ പോകരുത്. നിങ്ങൾ ആ പോസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ലൈസൻസ്. കാര്യം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ചിലപ്പോൾ 1.5 മാസം 2 മാസം സമയം കാണും. ഈ സമയം കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ചിലപ്പോൾ ഒന്ന് ഫെയിൽ ആയാൽ രണ്ടാമതൊരു ചാൻസ് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കിട്ടണമെന്നൊന്നുമില്ല. അതെ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാവുന്ന കുറെ ആൾക്കാർ ഇതൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ തീരുന്ന ഡേറ്റ് കൊണ്ട് അവർക്ക് ലൈസൻസ് കിട്ടാത്ത ഒരു അവസ്ഥ വന്നു. അതേപോലെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ തലേ ദിവസം ലൈസൻസ് കിട്ടിയ ആൾക്കാർ അത്രയും നെഗ്ലിജൻസ് നിങ്ങൾ കാണിക്കരുത്. എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. അതേപോലെ തന്നെ ഇതിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന വേറൊരു ചോദ്യം, ഈ 1C എക്സാം പ്രോസസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ലിസ്റ്റിൽ വന്നതിന് ശേഷം ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു പാർട്ടാണല്ലോ ട്രെയിനിങ്. ഇപ്പോൾ ട്രെയിനിങ് എത്രത്തോളം പാടാണ്? ഒരു നോർമൽ ഒരാൾ, അധികം സ്പോർട്സിലൊന്നും കാര്യക്ഷമത ഇല്ലാത്ത ഒരാൾക്ക് ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓട്ടം അല്ലെങ്കിൽ സ്പോർട്സ്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ്, പരേഡ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലോ ഈ ട്രെയിനിങ്. അപ്പൊ അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഇല്ല, അതിനെപ്പറ്റി ഭയങ്കര ആശങ്ക അങ്ങനെ വേണമെന്നില്ല. കാര്യം വെച്ചാൽ നമ്മുടെ തന്നെ ഇപ്പം ഫസ്റ്റ് ഒരു 70 പേരുടെ ഫസ്റ്റ് ബാച്ച് പാസ്ഔട്ട്, നമുക്ക് ഒട്ടനവധി സ്റ്റുഡൻസ് അധികമുണ്ട്, സെക്കൻഡ് ബാച്ചിലും ഉണ്ട്. അവരുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ അത് വളരെ ഫിസിക്ക് അങ്ങനെ ഒന്നും ഇല്ലാത്ത കുട്ടികളായിരുന്നു. പക്ഷെ അവര് എക്സാം റാങ്ക് ലിസ്റ്റിലായി അവർക്ക് കിട്ടുമെന്നുള്ള ഒരു ഇത് വന്നപ്പോഴത്തേക്ക് കുറച്ച് നാൾ അവരൊന്ന് തയ്യാറെടുപ്പുകൾ നടത്തി. അതിന്റെ ആവശ്യമേ ഉണ്ടാവും. സപ്പോർട്ട് കിട്ടുന്നതാണ്. 5 മാസത്തോളം അവിടെ. പിന്നെ അതല്ലാതെ KSRTCയിലും പൂനെയിലും ഒക്കെ, എടപ്പാളിലും നമ്മള് IDTRലും ഒക്കെ അവർക്ക് ട്രെയിനിങ് ഉണ്ട്. അതെ, വളരെ ശരിയാണ് സാർ പറയുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഫസ്റ്റ് ട്രെയിനിങ്ങിന്റെ ബാച്ച് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ പോയി കണ്ട സമയത്ത് വളരെ സന്തോഷം തോന്നി. കാരണം കയറിയ ആൾക്കാരല്ല വെളിയിൽ ഇറങ്ങി വന്നത്, വളരെ സ്ട്രോങ് ആയിട്ട് കുറച്ചുകൂടെ ഷാർപ്പ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ആളുകളായിരുന്നു. എന്നാൽ വളരെ നോർമലായിട്ടുള്ള സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു. പിന്നെ ആ ട്രെയിനിങ്ങിന് മുമ്പ് കുറച്ച് തയ്യാറെടുപ്പുകൾ എടുത്ത് അവരവിടെ ജോയിൻ ചെയ്യുന്നു, ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അവിടുന്ന് കിട്ടിയ സപ്പോർട്ട് ഈ ജോലിക്ക് വേണ്ടി അവരെ നല്ല രീതിയിൽ അത് ഷേപ്പ് ബോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെളിയിൽ നിന്ന് വന്ന ഒരു പുതിയ ആൾക്കാരെ കണ്ട പോലെ ഒരു ഫീൽ ആയിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതിനെപ്പറ്റി ഭയമേ വേണ്ട. നിങ്ങൾ ഒരു MBA ജോബ് ആസ്പിറന്റ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ഫീച്ചേഴ്സും നിങ്ങളുടെ ക്യാരക്ടറും ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിൽ കടന്നു പോകുന്നതാണ് സാറ് പറയുന്നത്. അപ്പോൾ സാറ് ഈ എക്സാമിനെ പഠിച്ചു തുടങ്ങാൻ എന്തായാലും സമയമായിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ ഈ എക്സാമിന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം, നമ്മുടെ ലേണിംഗ് കർവ് എങ്ങനെ കുറയ്ക്കാം? സാറിന് എന്താണ് അഭിപ്രായത്തിൽ? ഇതിപ്പം ഓരോ സ്റ്റുഡൻസിനും അവരുടെ എന്താ പറയുക, അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് അവർക്ക് അറിയായിരിക്കും. അപ്പോൾ അവർ പല കാര്യങ്ങളിലും വീക്കായിരിക്കും, പല സബ്ജക്റ്റുകളിലും വീക്കായി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിപ്ലോമ സ്റ്റുഡൻസ് ആണ്, ഡിപ്ലോമ മാത്രമേ ഉള്ളൂ. അവർ കോമ്പറ്റ് ചെയ്യേണ്ടത് ചിലപ്പം BTech MTech ഉള്ളവരുടെ കൂടെ ആയിരിക്കും കോമ്പറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഡിപ്ലോമ കഴിഞ്ഞ് BTech MTech എടുത്തവരൊക്കെ ഈ എക്സാംസ് എഴുതുന്നുണ്ടാവും. അന്നേരം അങ്ങനെ ഡിപ്ലോമ മാത്രമുള്ളവർ അവർ ജോലിയും കാണും.
ഇപ്പോൾ ജോലി ഉപേക്ഷിച്ചിട്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കും. അവർക്ക് അറ്റ് ദ ഏർലിയസ്റ്റ് പഠിച്ചു തുടങ്ങുക. അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പം അവർക്ക് അത്യാവശ്യം ഒരു നല്ലൊരു കോച്ചിങ് എടുത്ത് പഠിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. നമ്മൾ ക്ലാസ്സസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വളരെ പ്രയോജനപ്പെടും എന്തായാലും. അതേസമയം അവർക്ക് അല്ലാതെ MCQs ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഓൺലൈൻ സൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റഡ് ഇതുവരെ നമുക്ക് ഫ്രീ ആക്സസ് ഉള്ളൂ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ നമ്മളെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആപ്പിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 10,000-ഓളം ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം പല സ്റ്റുഡൻസ് എന്നെ വിളിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്തിട്ട് പല ആൻസേഴ്സും കിട്ടിയ പല ഫീഡ്ബാക്സും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നടന്ന കാര്യം നടക്കത്തില്ല. നമുക്ക് ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഒരു സ്റ്റഡി സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന എപ്പോഴും നന്നായിരിക്കും. പക്ഷെ ആ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെക്കാളും സ്മാർട്ട് ആയിട്ടുള്ളവർ. എന്ന് വെച്ചാൽ എല്ലാ ലെവലിലുള്ളവർ അത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മൾ ആ ലെവലിലോട്ട് ഇമ്പ്രൂവ് ആവാനായിട്ടൊരു ട്രൈ നടത്തും. നല്ലൊരു സ്റ്റഡി സർക്കിൾ ഫോം ചെയ്യണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ ക്ലാസ്സസ് കണ്ട് നന്നായിട്ട് നോട്ട്സ് എഴുതിയെടുക്കണം. അതും നോട്ട് എഴുതിയെടുക്കുമ്പം ചുമ്മാതെ എഴുതിയെടുക്കല്ല, പല കളർ പേനൊക്കെ വെച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തെടുക്കുക. എപ്പോഴും ഷോർട്ട് കട്ടായി എഴുതുക, കോംപ്രിഹെൻസീവായിട്ട് എഴുതാതിരിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ MCQ ചെയ്യുമ്പോൾ പല ഇതിൽ നമുക്ക് ഡൗട്ട്സ് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഡൗട്ട് വരുന്ന സാധനങ്ങൾ മാത്രം മാർക്ക് ചെയ്യാനും വേറൊരു ബുക്ക് വയ്ക്കുക. ഇത് നമുക്ക് അവസാനം നമ്മുടെ ഒരു റെഫറൻസ് ആണ്. എക്സാമിന് പോകുന്നതിന് മുമ്പേ നമുക്ക് വന്ന ഡൗട്ടുകളെല്ലാം വായിച്ചുകൊണ്ട് നമുക്ക് ഈ A to Z കാര്യങ്ങൾ എക്സാമിന്റെ തലേന്നൊന്നും വായിക്കാൻ പറ്റില്ല. പക്ഷെ അന്നുള്ള കാര്യം നമ്മൾ അന്നേ, ഇപ്പൊ എക്സാമിന്റെ തലേന്ന് പഠിക്കേണ്ട സാധനം നമ്മൾ ഇന്നേ പ്ലാൻ ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു വിജയം നമുക്ക് റാങ്ക് കിട്ടത്തുള്ളൂ. സാറ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുക, റൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുക. ചുമ്മാതെ കുറേ മെറ്റീരിയൽസിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം സെർച്ച് ചെയ്ത് നിങ്ങളുടെ സമയം കളയായിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് എക്സ്പേർട്സിൽ നിന്നും പഠിക്കുക, ഒരു കോച്ചിങ്ങിൽ നിന്നും പഠിക്കുക, അല്ലെങ്കിൽ ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു സ്റ്റഡി സർക്കിൾ ഉണ്ടാക്കിയിട്ട് അവരിൽ നിന്ന് കമ്പൈൻ സ്റ്റഡിയിലൂടെ നിങ്ങളുടെ ലേണിംഗ് കർവ് കുറയ്ക്കുക. അപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ സാറ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങൾ ഡിപ്ലോമ ഹോൾഡേഴ്സാണ്, ഇപ്പോൾ നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് BTech ഉള്ളവരും MTech ഉള്ളവരും എക്സാമിന് പഠിക്കുന്നത് എന്താണ്, നിങ്ങളോടൊപ്പം മത്സരിക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും അവർ കുറച്ചുകൂടെ ഹയർ ഡിഗ്രീസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് അവർക്ക് സബ്ജക്റ്റിലുള്ള ഗ്രിപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അവരോടൊപ്പം എത്താൻ നിങ്ങൾ കുറച്ചുകൂടെ മുമ്പ് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറേ പേര് ജോലിയോടൊപ്പം ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ജോലിയോടൊപ്പം പഠിക്കുന്നവർ നിങ്ങൾക്കൊരു എഡ്ജ് കിട്ടാനായിട്ട് കുറച്ചുകൂടെ നേരത്തെ നിങ്ങളും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓട്ടോമൊബൈൽ ഉദ്യോഗാർത്ഥികളുടെ ബൈബിൾ എന്ന് പറയുന്നത് നമ്മളെ കൃപാൽ സിംഗിന്റെ വോളിയം 1. അന്നേരം ആ ടെക്സ്റ്റ് എന്തായാലും നമ്മൾ മേടിക്കണം. അതേ കണക്ക് തന്നെ മെക്കാനിക്കലിൽ വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ മെക്കാനിക്കൽ അങ്ങനെ നമുക്കൊരു സിംഗിൾ ഓതേഴ്സ് പറയാൻ പറ്റത്തില്ല. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇപ്പൊ FM പഠിക്കുമ്പോൾ DS കുമാറോ ബെൻസാല് വെച്ച് തന്നെ പഠിക്കുക. അങ്ങനെയുള്ള ഇപ്പൊ തെർമൽ പഠിക്കുമ്പോൾ ബെൻസാല് വെച്ച് തന്നെ പഠിക്കുക. അങ്ങനെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് വെച്ച് തന്നെ നമ്മൾ പഠിക്കുക. ഈ ടെക്സ്റ്റുകളിൽ തന്നെ MCQസും കൂടെ ഉണ്ട്. ചില ഓട്ടോമൊബൈലിന് നമുക്ക് കൃപാൽ സിംഗ് മതിയാവും, വോളിയം 1 വോളിയം 2 വേണം. പക്ഷെ ഓട്ടോമൊബൈലിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ ബേസ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യനുള്ള ടെക്സ്റ്റുകൾ വളരെ കുറവാണ്, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ വളരെ കുറവാണ്. അന്നേരം അത് നമ്മൾ ഇച്ചിരി ഫോക്കസ്ഡ് ആയിട്ട് ട്രെയിനിങ് ആ ഏരിയയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന ആ ഒരു സോഴ്സ് നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ട വളരെ ആവശ്യകതയുണ്ട്. ഓക്കെ. അപ്പോൾ സാറേ MV ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏത് മെറ്റീരിയൽസ് ആണ് റെഫർ ചെയ്യേണ്ടത്? നമുക്ക് ആക്ച്വലി MV ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് മോർത്തിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡാറ്റ കിട്ടും. പക്ഷെ അത് നമുക്ക് വായിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേഷൻ വലിയ കുഴപ്പമില്ല, പക്ഷെ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് വെച്ചാൽ വലിയ ഒരു ബുക്കാണ്. അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന മാത്രം സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഒരിച്ചിരി ടാസ്ക് ഉള്ള കാര്യം. ആദ്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അതൊരു പ്രോപ്പറായിട്ട് അറിയാവുന്ന ലോ കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാളുടെ ഗൈഡൻസിൽ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാതെ സ്വന്തമായിട്ട് അത് ഡിക്റ്റേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട്, ശരിക്കും ടൈം കൺസ്യൂമിംഗ് ആണ്. കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ നമുക്ക് ഒത്തിരി ലോസ് പഠിക്കാനുണ്ട്, ഡേറ്റ്സ് പഠിക്കാനുണ്ട്, പിന്നെ കൂടുതൽ അക്കങ്ങളിലാണ് നമ്മൾ പഠിക്കുന്നത്, ഫൈനും കാര്യങ്ങളും എല്ലാം. ഈ ഫൈനിന്റെ കാര്യത്തിൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അമെന്റ്മെന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അന്നേരം അതിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ചേഞ്ചസ് വരും. നമ്മളിപ്പം പഴയ ഡേറ്റ വല്ല ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്നെങ്കിൽ അതായിരിക്കത്തില്ല അപ്ഡേറ്റഡ്. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും അതൊരു ഗൈഡൻസിൽ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കുറെ ഡേറ്റാസ് ആണ് നമ്മൾ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അത് ആദ്യമേ പഠിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അത് റൈറ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും അത് എത്രയും ക്രിസ്പായിട്ട് പഠിക്കുക എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം സാറ് പറഞ്ഞ് കേട്ട് കാണുമല്ലോ. അപ്പോൾ ആ സെഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സെഷന്റെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ചോദ്യമാണ് നമ്മുടെ എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മളോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചോദ്യത്തിന് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് സാറിനോട് നന്ദി പറയാണ്. കാരണം നമ്മുടെ ലാസ്റ്റ് AMVA ബാച്ചിന്റെ അക്കാഡമിക് കോർഡിനേറ്റർ ആയിരുന്നു സാറ്. അപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസും ഓൺലൈൻ കോച്ചിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും സാറായിരുന്നു മാനേജ് ചെയ്തത്. അപ്പോൾ ആ കോഴ്സ് നമുക്ക് വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയിലെ ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴ് അഡ്വൈസ് ലഭിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇനിയും സാറ് ഇപ്പോൾ അഡ്വൈസ് ലഭിച്ച് ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോയിന്റ്മെന്റ് ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സാറ് തന്നെയാണ് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ. അടുത്ത MBA എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റുമായിട്ടുള്ള എല്ലാ സംശയങ്ങളും സാറിന് തന്നെയായിരിക്കും വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം സാർ ഇതിന്റെ കോച്ചിങ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തു. ഒപ്പം സാറിന്റെ തയ്യാറെടുപ്പുകളും നടത്തി. രണ്ട് കൂട്ടർക്കും വേണ്ട വലിയൊരു വിജയത്തിന് ശേഷമാണ് സാർ ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു വേദി പങ്കിടുന്നത്. ഇപ്പൊ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. സാർ, നമുക്ക് ഇതിന്റെ അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും? PSCയുടെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് ഒരു എക്സാം വന്ന് അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 2ാം വർഷത്തിനകത്ത് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പല ഡിപ്പാർട്ട്മെന്റ് എക്സാംസും അങ്ങനെ തന്നെയാണ് വന്നത്. സോ നമ്മുടെ ഇപ്പം ഈ സെപ്റ്റംബറിൽ 1 വർഷം തികയാണ്. അടുത്ത സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 2 വർഷം തികയണം. അന്നേരം ആ ഒരു സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാന്നാണ് എൻ്റെ ഒരു ഇത്. അന്നേരം അടുത്തൊരു വർഷം നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ 2027 ആദ്യമോ 2026 അവസാനമായിട്ടായിരിക്കും എക്സാം ഏകദേശം വരാൻ ചാൻസ്. കാര്യം വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നൊരു 4-5 മാസത്തിനകത്ത് ഇപ്പൊ എല്ലാ എക്സാംസും നടക്കുന്നുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഷെഡ്യൂള് നോക്കുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് തീർന്ന അടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റും വരുന്ന പ്രവണതയുണ്ട്. സോ അങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ നമ്മൾ ഇപ്പോഴേ ചെയ്യില്ല. അല്ലാതെ തീർന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് എൻ്റെ ഇത്. അപ്പൊ നിങ്ങൾ കേട്ടു കാണുമല്ലോ, നമുക്കൊരു ഏറിയാൽ 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതിനുശേഷം ഒരു 4 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഏകദേശം നമുക്കൊരു 1.5 വർഷ കാലയളവാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ട ഓൺലൈൻ കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.